നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇന്ന് ശ്ലോകങ്ങൾ 86 മുതൽ 90 വരെയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. ആദ്യത്തെ നാമം സുവർണബിന്ദു. ഭഗവാന്റെ 800-ാമത്തെ നാമമാണ് സുവർണബിന്ദു. സ്വർണതുല്യങ്ങളായ ബിന്ദുക്കൾ ഉള്ളവൻ, അല്ലെങ്കിൽ സ്വർണതുല്യങ്ങളായ അവയവങ്ങൾ ഉള്ളവൻ. സുവർണം എന്ന പദത്തിന് സ്വർണം എന്ന് അർത്ഥം. ബിന്ദു എന്നാൽ ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ ഘടകമാണ്. ഏറ്റവും ചെറിയ ഭാഗം പോലും സ്വർണമായവൻ സുവർണ ബിന്ദു. അടുത്ത നാമം 801 അക്ഷോഭ്യ. അക്ഷോഭ്യ ക്ഷോഭിപ്പിക്കപ്പെടാൻ ആകാത്തവൻ, ക്ഷോഭം ഇല്ലാത്തവൻ. സമനിലയിൽ നിന്നുണ്ടാകുന്ന തീവ്രമായ മാറ്റമാണ് ക്ഷോഭം. ഒന്നിനാലും ഭഗവാനെ ക്ഷോഭിപ്പിക്കാൻ പറ്റുകയില്ല. അടുത്ത നാമം 802 സർവവാഗീശ്വരേശ്വര. സർവവാഗീശ്വരേശ്വര എല്ലാ വാഗീശ്വരന്മാർക്കും ഈശ്വരനായവൻ. വാഗീശ്വരൻ എന്നാൽ ഈശ്വരൻ. എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരനായവൻ. അടുത്ത നാമം 803 മഹാഹ്രദ. മഹാഹ്രദ. ഹ്രദം എന്നാൽ കയം എന്നും കയത്തിലുള്ള ചുഴി എന്നും അർത്ഥം. മഹാഹ്രദം വലിയ കയം. വളരെ വലിപ്പവും അഗാധതയുമുള്ള കയങ്ങളിൽ ജലത്തിന് പ്രത്യക്ഷമായ ചലനം ഉണ്ടാകുകയില്ല, ശാന്തമായിരിക്കും. അതുപോലെ വിഷ്ണു ഭഗവാൻ ശാന്തഗംഭീരനാണ്. വികാരങ്ങൾക്കും ക്ഷോഭങ്ങൾക്കും അതീതനാണ് ഭഗവാൻ. അടുത്ത നാമം 804 മഹാഗർത്ത. മഹാഗർത്ത മഹത്തായ ഗർത്തമായവൻ, അല്ലെങ്കിൽ ഗർത്തമുള്ളവൻ. ഗർത്തം പോലെ ദുസ്തരമായ മായയോടുകൂടിയവൻ. മായ എന്ന മഹാഗർത്തത്തിൽ വീണുപോകുന്നവർക്ക് തുണയായിരിക്കുന്നവൻ മഹാഗർത്ത. അടുത്ത നാമം 805 മഹാഭൂത. മഹാഭൂത 3 കാലങ്ങളാലും വിഭജിക്കപ്പെടാൻ കഴിയാത്തവൻ. ഭൂതം, ഭാവി, വർത്തമാനം എന്നീ 3 കാലവിഭാഗങ്ങൾക്കും അതീതനാകയാൽ ഭഗവാൻ മഹാഭൂതനാകുന്നു. അടുത്ത നാമം 806 മഹാനിധി. മഹാനിധി ഏറ്റവും വലിയ നിധിയായിരിക്കുന്നവൻ. എല്ലാ ഭൂതങ്ങളെയും തന്നിൽ നിധാനം ചെയ്തിട്ടുള്ളവൻ. പ്രളയകാലത്ത് എല്ലാം സൂക്ഷ്മരൂപത്തിൽ ഭഗവാനിൽ ലയിക്കുന്നു. പ്രളയം കഴിഞ്ഞ് പ്രപഞ്ച സൃഷ്ടി ആരംഭിക്കുമ്പോൾ ഭഗവാനിൽ നിന്ന് അവ വീണ്ടും രൂപം കൊള്ളുന്നു. അതിനാൽ മഹാനിധി. മഹാനിധി. സ്വർണ്ണ നിറത്തിലുള്ള അഴകോട് കൂടിയ അവയവങ്ങൾ ഉള്ളവനും ആർക്കും ക്ഷോഭിപ്പിക്കുവാൻ കഴിയാത്തവനും, ബ്രഹ്മാവ്, ബൃഹസ്പതി തുടങ്ങിയ എല്ലാ വാഗീശ്വരന്മാരുടെയും ഈശ്വരനായവനും, സംസാര ക്ലേശങ്ങളിൽപ്പെട്ടുരുളുന്നവർക്ക് ആശ്വാസ കേന്ദ്രമായി കുളിർമയും ശീതളിമയും നൽകുന്ന ജലാശയമായവനും, സർവചരാചരങ്ങളെയും ആത്മാനന്ദത്തിൽ നിന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന പടുകുഴിയായ മഹാമായയോടുകൂടിയവനും, പഞ്ചഭൂതങ്ങളെയും ഉദ്ഭവിപ്പിച്ച ഏറ്റവും വലിയ മഹാഭൂതമായവനും, സർവചരാചരങ്ങൾക്കും ആവശ്യമുള്ളതെല്ലാം സന്ദർഭോചിതമായി നൽകുന്ന അക്ഷയപാത്രമായ മൂല്യവസ്തുക്കളുടെ നിധിയായിരിക്കുന്നവനുമായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. സുവർണബിന്ദുരക്ഷോഭ്യ സർവഭാഗീശ്വരേശ്വര മഹാഹൃദോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധി. ഇനി
87-ാമത്തെ ശ്ലോകം നോക്കാം. കുമുദ കുന്ദര കുന്ദ പർജന്യ പാവനോനില അമൃതാശോ മൃതവപു സർവജ്ഞ സർവതോ മുഖ. കുമുദ കുന്ദര കുന്ദ പർജന്യ പാവനോനില അമൃതാശോ മൃതവപു സർവജ്ഞ സർവതോ മുഖ. ഇനി ഇതിലെ നാമങ്ങളും അവയുടെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം. 87-ാമത്തെ നാമം കുമുദഹ. കുമുദഹ, ഭൂമിയെ ആനന്ദിപ്പിക്കുന്നവൻ. ഭൂമിയിൽ അധർമ്മം വർദ്ധിക്കുമ്പോൾ എല്ലാം ഭൂമിയുടെ ഭാരം കുറയ്ക്കാനായി ഭഗവാൻ അവതരിക്കാറുണ്ട്. എങ്ങനെയെന്നാൽ ദുഷ്ടന്മാരെ നശിപ്പിച്ച് ഭൂമിയുടെ ഭാരം കുറച്ചു കൊടുക്കുന്നു. നമുക്കറിയാം, ഭഗവാന്റെ കയ്യിലുള്ള ഭഗവാന്റെ ഗദയുടെ പേര് കൗമോദകി എന്നാണ്. കൗമോദകി എന്നാൽ ഭൂമിയെ ആനന്ദിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ഇനി അടുത്ത നാമം കുന്ദരഹ. 88 കുന്ദരഹ. കുന്തപുഷ്പങ്ങൾക്ക് തുല്യമായി തൻ്റെ ഭക്തന്മാർക്ക് ശുദ്ധമായ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതിനാൽ കുന്ദരഹ. കുന്തം എന്നാൽ മുല്ലപ്പൂ എന്ന അർത്ഥമാണ് കുന്തം. കുന്ദര എന്ന പദം പിരിച്ചാല് കും പ്ലസ് ദര. കും പ്ലസ് ദര. കു എന്നാൽ ഭൂമി. കുന്ദര നമ്മൾ പദം പിരിച്ചപ്പോൾ കും പ്ലസ് ദര, ഭൂമിയെ പിളർക്കുന്നവൻ എന്ന് അർത്ഥം. ഭൂമിയെ പിളർക്കുന്നവൻ കുന്ദരഹ. അടുത്ത നാമം കുന്ദഹ. കുന്ദഹ. കു എന്നാൽ ഭൂമി. കൂവിനെ ഭൂമിയെ, കുവിനെ അല്ലെങ്കിൽ ഭൂമിയെ ദാനം ചെയ്തവൻ കുന്ദഹ. മുല്ലപ്പൂവിൻ്റെ ശാന്തധവളമായ വർണ്ണവും ശുദ്ധജ്ഞാനമയമായ രൂപത്തോടും കൂടിയവൻ എന്ന അർത്ഥത്തിലും കുന്ദഹ എന്ന നാമം. അടുത്ത നാമം 810 പർജന്യഹ. പർജന്യഹ. പർജന്യം എന്നാൽ മേഘം. മേഘത്തെ പോലെ താപത്രയങ്ങളെ ശമിപ്പിക്കുന്നവൻ, സകല കാമങ്ങളെയും വർഷിക്കുന്നവൻ പർജന്യഹ. അന്നാത് ഭവന്തി ഭൂതാനി. അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ ഉണ്ടാകുന്നു. പർജന്യാദന്ന സംഭവഃ. പർജന്യത്തിൽ നിന്ന് അന്നമുണ്ടാകുന്നു. യജ്ഞാത് ഭവതി പർജന്യ. യജ്ഞത്തിൽ നിന്ന് പർജന്യം ഉണ്ടാകുന്നു. യജ്ഞ കർമ്മസമുദ്ഭവ. യജ്ഞം കർമ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നു. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ. അന്നത്തിൽ നിന്ന് ഭൂതങ്ങളുണ്ടാകുന്നു, പർജന്യത്തിൽ നിന്ന് അന്നമുണ്ടാകുന്നു, യജ്ഞത്തിൽ നിന്ന് പർജന്യമുണ്ടാകുന്നു, യജ്ഞം കർമ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നു. അടുത്ത നാമം 811 പാവനഹ. പാവനഹ, പരിശുദ്ധി വരുത്തുന്നവൻ. ഭഗവാന്റെ 292-ാമത്തെ നാമവും ഇത് തന്നെയായിരുന്നു. നമ്മൾ കണ്ടതാണ് 292-ാമത്തെ നാമം പാവനഹ, പരിശുദ്ധമാക്കുന്നവൻ. ഭഗവാനെ സ്മരിക്കുക, ഓർമ്മിക്കുക. ഭഗവാനെ സ്മരിക്കുന്നവൻ സകല പാവനനായി തീരുന്നു. പാവനഹ, പരിശുദ്ധി വരുത്തുന്നവൻ. അടുത്ത നാമം 812 അനിലഹ. അനിലഹ. ഈ നാമവും നമ്മൾ കഴിഞ്ഞ നാമത്തിൽ പഠിച്ചതാണ്. അനിലഹ. 234-ാമത്തെ നാമവും ഇതുതന്നെയായിരുന്നു. അനിലഹ, എപ്പോഴും ഉണർന്നിരിക്കുന്നവൻ, എളുപ്പത്തിൽ ഭക്തന്മാർക്ക് എളുപ്പത്തിൽ പ്രാപിക്കാവുന്നവൻ. ഇല എന്നാൽ ഉറങ്ങുന്നവൻ. ഇവിടെ അനിലഹ, എപ്പോഴും ഉണർന്നിരിക്കുന്നവൻ. സുലഭൻ, ഭക്തി കൊണ്ട് ആർക്കും ഭഗവാനെ പ്രാപിക്കാം. അതിന് തീവ്രമായ തപസ്സോ യാഗമോ പൂജയോ ഒന്നും വേണ്ട. കളങ്കമില്ലാത്ത ഭക്തി മാത്രം മതി. അതിന് മനസ്സ് ശുദ്ധമാവണം. ഏകാഗ്ര മനസ്സോടെ ഭഗവാനെ വിളിക്കുക. എങ്കിൽ മാത്രമേ യഥാർത്ഥ ഭക്തി ഉണ്ടാവുകയുള്ളൂ.
അടുത്ത നാമം 813 അമൃതാശഃ. അമൃതാശഃ, അമൃതം അശിക്കുന്നവൻ. അമൃതാശഃ, പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്നും കിട്ടിയ ദിവ്യ ഔഷധമാണ് അമൃത്. ഈ അമൃത് അസുരന്മാർ തട്ടിയെടുത്തു. പിന്നീട് അവരിൽ നിന്ന് മോഹിനി വേഷം പൂണ്ട ഭഗവാൻ ഈ അമൃത് വീണ്ടെടുത്ത് ദേവന്മാർക്ക് വിളമ്പിക്കൊടുത്തു. തൻ്റെ ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളെയും അമൃതമാക്കി തീർക്കുന്നവൻ അല്ലെങ്കിൽ സാധിച്ചു കൊടുക്കുന്നവൻ ഭഗവാൻ. അമൃതാശഃ. അടുത്ത നാമം 814 അമൃതവപു. അമൃതവപുഹു. അമൃതവപുഹു, നാശമില്ലാത്ത വപുസോടു കൂടിയവൻ. ഭഗവാന്റെ ശരീരം നമ്മുടേതുപോലെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടായതല്ല. ആ ശരീരത്തിന് രൂപവുമില്ല. ജനിച്ചതല്ലാത്തതുകൊണ്ട് അതിന് മരണവും ഇല്ല. എല്ലാ ജീവികളുടെയും ഉള്ളിലുള്ള ജീവാത്മാവ് ഭഗവത് രൂപമാണ്. ശരീരം നശിക്കും, എന്നാൽ ആത്മാവിന് നാശമില്ല. അതിനാൽ ജീവാത്മരൂപിയായ ഭഗവാൻ അമൃതമായ വപുസുള്ളവനാണ്. അമൃത വപുഹു. അടുത്ത നാമം 815 സർവജ്ഞഃ. സർവജ്ഞഃ, എല്ലാം അറിയുന്നവൻ. ഭഗവാൻ സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്. അടുത്ത നാമം 816 സർവതോമുഖഃ. സർവതോമുഖഃ, എല്ലായിടത്തും മുഖങ്ങളുള്ളവൻ. സർവവ്യാപിയായ ഭഗവാന്റെ മുഖങ്ങൾ എല്ലായിടത്തുമുണ്ട്. ഭഗവാൻ എല്ലാ രൂപങ്ങളും കാണുന്നു, എല്ലാം കേൾക്കുന്നു. എല്ലാ ഗന്ധങ്ങളും എല്ലാ സ്വാദുകളും എല്ലാ സ്പർശവും ഭഗവാൻ അറിയുന്നു. ഭഗവാൻ സർവജ്ഞനാണ് എന്ന് കഴിഞ്ഞ നാമത്തിൽ നമ്മൾ കണ്ടതാണ്. സർവജ്ഞഃ, 815 നാമം സർവജ്ഞയായിരുന്നു. 816 നാമം സർവതോമുഖഃ, എല്ലായിടത്തും മുഖങ്ങൾ ഉള്ളവൻ. ധർമ്മ സംസ്ഥാപനത്തിലൂടെ ഭൂമിയുടെ ഭാരം തീർത്ത് ഭൂമിയെ സന്തോഷിപ്പിക്കുന്നവനും, വരാഹാവതാരം എടുത്ത് ഹിരണ്യാക്ഷനിൽ നിന്നും ഭൂമിയെ രക്ഷിച്ചവനും, പരശുരാമ അവതാരമെടുത്ത് ഭൂമിയെ കശ്യപ പ്രജാപതിക്ക് ദാനം ചെയ്തവനും, ഭക്തന്മാരുടെ താപത്രയങ്ങളെ നശിപ്പിച്ച് അഭീഷ്ടങ്ങൾ വർഷിക്കുന്ന കാർമേഘവർണ്ണനായവനും, ഭഗവത് സ്മരണ കൊണ്ട് തന്നെ എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുന്നവനും, ആരുടെയും പ്രേരണ ആവശ്യമില്ലാത്ത നിത്യപ്രബുദ്ധനായവനും, സ്വാത്മാനന്ദ രൂപമായ ആത്മരസമാകുന്ന അമൃത് ഭുജിക്കുന്നവനും, നശിക്കാത്ത ശരീരമുള്ള അമൃതസ്വരൂപനായവനും, എല്ലാം അറിയുന്നവനും, സർവദിക്കിലേക്കും മുഖമുള്ളവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ഒന്ന് ചൊല്ലി നോക്കാം. കുമുദഃ കുന്ദരഃ കുന്ദഃ പർജന്യഃ പാവനോ നില അമൃതാശോ മൃതവപുഃ സർവജ്ഞഃ സർവതോമുഖ. ഇനി 88 ശ്ലോകമാണ്. ഭഗവാന്റെ 817 നാമം. ശ്ലോകം 88, നാമം 817. സുലഭഃ. സുലഭഃ, എളുപ്പത്തിൽ ലഭിക്കുന്നവൻ. ഭക്തപ്രിയനായ ഭഗവാനെ ലഭിക്കാൻ ഭക്തിപൂർവം ഭഗവാനെ സ്മരിച്ചാൽ മാത്രം മതി. ഇനി ഭഗവാനെ പ്രസാദിപ്പിക്കണമെങ്കിലോ വിലപിടിപ്പുള്ള ഉപഹാരങ്ങൾ ഒന്നും ഭഗവാന് വേണ്ട. പകരം പത്രം, പുഷ്പം, ഫലം, തോയം. പത്രം എന്നാൽ ഇല. ഇലയോ പൂവോ കായോ ജലമോ ഭക്തിയോടെ സമർപ്പിച്ചാൽ മാത്രം മതി. എന്ത് ചെയ്താലും അത് ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക. നമ്മുടെ കഴിവിനനുസരിച്ച് തുളസിയിലയോ പൂവോ എന്തെങ്കിലും ഭഗവാന് നിവേദിക്കുക. ഇനി അടുത്ത നാമം 818 സുവ്രതഃ. സുവ്രതഃ, ശ്രേഷ്ഠവും ശോഭനവുമായ വ്രതമുള്ളവൻ. നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനമാണ് വ്രതം. ധർമ്മ സംസ്ഥാപനവും പ്രപഞ്ചപരിപാലനവും ആണ് ഭഗവാന്റെ വ്രതങ്ങൾ. മനുഷ്യർ വ്രതമനുഷ്ഠിക്കുന്നത് പലപ്പോഴും ഭൗതികമായ ആഗ്രഹങ്ങളോടെയാണ്. എന്നാൽ ഭഗവാന്റെ വ്രതം ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അടുത്ത നാമം സിദ്ധഃ. സിദ്ധഃ, 819 സിദ്ധഃ, ഒരുപാട് തരത്തിലുള്ള സിദ്ധികൾ ഉള്ളതിനാൽ അന്യാധീനമല്ലാത്ത
ഇച്ഛാപൂർത്തിയുള്ളവൻ. ഭഗവാന്റെ സിദ്ധികൾ മറ്റാരിൽ നിന്നും സിദ്ധിച്ചവയല്ല. അത് ഭഗവാന്റെ ശാശ്വത ഭാവമാണ്. അനന്യസിദ്ധമായ പ്രഭാവമുള്ളതിനാൽ ഭഗവാൻ സിദ്ധൻ. അടുത്ത നാമം 820 ശത്രുജിത്ത്. ശത്രുജിത്ത്, ശത്രുക്കളെ ജയിക്കുന്നവൻ. ഭഗവാനായിട്ട് ശത്രുക്കളില്ല. എല്ലാവരും ഭഗവാന്റെ സന്താനങ്ങളാണ്. വ്യക്തികളുടെ ഉള്ളിലുണ്ടാകുന്ന കാമക്രോധം ആദിയായ വികാരങ്ങളാണ് ശത്രുക്കൾ. അടുത്ത നാമം 821 ശത്രുതാപനഃ. ശത്രുതാപനഃ, ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ. ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ, ശത്രുതാപനഃ. തപിപ്പിക്കൽ എന്നാൽ ദുഃഖിപ്പിക്കൽ അല്ലെങ്കിൽ നശിപ്പിക്കൽ. ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ. ഈ ജഗത്തിന്റെ ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ, ശത്രുതാപനഃ. അടുത്ത നാമം നിഗ്രോധഃ. നിഗ്രോധഃ, നിഗ്രോധം എന്നാൽ പേരാൽ. കീഴോട്ട് മുളയ്ക്കുകയും എല്ലാറ്റിൻ്റെയും മുകളിൽ വർത്തിക്കുകയും ചെയ്യുന്നവൻ. നിഗ്രോധം എന്നാൽ താഴോട്ട് വളരുന്നത്. എല്ലാ ഭൂതങ്ങളെയും നിരസിച്ച് തൻ്റെ മായയെ വരിക്കുകയോ അതിനെ നിരോധിക്കുകയോ ചെയ്യുന്നവൻ. നിഗ്രോധഃ. അടുത്ത നാമം 823 ഉദുംബരഃ. ഉദുംബരഃ, ഉദുംബരം എന്നാൽ അത്തിമരം. കാരണരൂപത്തിൽ അമ്പരത്തേക്ക് ഉയർന്നു നിൽക്കുന്നവൻ. അമ്പരത്തേക്കാൾ ഉദ്ഗതനായവൻ. ആകാശത്തിന് ഉപരിയായവൻ. ആകാശത്തിനും ആധാരമായവൻ. ഭക്ഷ്യരൂപത്തിൽ വിശ്വത്തെ പോഷിപ്പിക്കുന്നവൻ. ഉദുംബരഃ. അടുത്ത നാമം 824 അശ്വത്ഥഃ. അശ്വത്ഥഃ, അശ്വത്ഥം എന്നാൽ അരയാലാണ്. കഴിഞ്ഞ 2 നാമങ്ങളും വിവിധ തരത്തിലുള്ള ആലുകൾ അല്ലെങ്കിൽ ആൽ വൃക്ഷങ്ങൾ ആയിരുന്നു. നിഗ്രോധം നമ്മൾ കണ്ടു, പേരാൽ. ഉദുംബരം അത്തിമരം അല്ലെങ്കിൽ അത്തിയാൽ. അടുത്തത് നമ്മൾ ഇപ്പൊ പഠിക്കുന്ന നാമം 824 നാമം അശ്വത്ഥഃ. അശ്വത്ഥഃ, അശ്വത്ഥം എന്നാൽ അരയാൽ. എല്ലാ വൃക്ഷങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായത് അശ്വത്ഥം. ത്രിമൂർത്തികളും ഒരുമിച്ച് ചേർന്ന രൂപത്തിൽ അശ്വത്ഥത്തെ ആരാധിക്കാറുണ്ട്. നമ്മൾ ആലിന് പ്രദക്ഷിണം വയ്ക്കാറുണ്ട്. ആലിന് പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത് നമ്മളൊരു മന്ത്രം ചൊല്ലാറുണ്ട്. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രതഃ ശിവരൂപായ വൃക്ഷരാജായതേ നമഃ. ചുവട്ടിൽ ബ്രഹ്മരൂപിയും മധ്യത്തിൽ വിഷ്ണുരൂപവും അഗ്രത്തിൽ ശിവരൂപവുമുള്ള വൃക്ഷരാജാവേ നിനക്ക് നമസ്കാരം. ഇനി അടുത്ത നാമം 825 ചാണൂരാന്ധ്ര നിഷൂദനഃ. ചാണൂരാന്ധ്ര നിഷൂദനഃ, ചാണൂരൻ എന്ന വീരനെ വധിച്ചവൻ. ചാണൂരൻ എന്ന വീരനെ വധിച്ചവൻ. ചാണൂരാന്ധ്ര നിഷൂദനഃ. ഭക്തന്മാർക്ക് ഭക്തി കൊണ്ട് എളുപ്പം പ്രാപിക്കാവുന്നവനും ഭക്തരക്ഷണം എന്ന ശോഭനമായ വ്രതത്തോടു കൂടിയവനും എല്ലാ സിദ്ധികളുമുള്ള പൂർണ്ണതയോടു കൂടിയവനും ശത്രുക്കളെ ജയിക്കുന്നവനും ശത്രുക്കളെ മാനസികമായി തപിപ്പിക്കുന്നവനും പ്രപഞ്ചരൂപത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് വളരുന്ന പേരാൽ വൃക്ഷമായവനും വിഷ്ണു അവതാരമായ ദത്താത്രേയന്റെ സാന്നിധ്യം കൊണ്ട് പവിത്രമായ അത്തിമരമായവനും ത്രിമൂർത്തി സ്വരൂപമായ പ്രധാന വൃക്ഷമായ അരയാലായവനും ശ്രീകൃഷ്ണനായി അവതരിച്ച് ചാണൂരൻ എന്ന മല്ലനെ കൊന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി ഈ ശ്ലോകം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. സുലഭസുവ്രതസിദ്ധ ശത്രുജിച്ഛത്രുതാപന ന്യഗ്രഥോദുംഭരോശ്വത്ഥ ചാണൂരാന്ധ്ര നിഷൂദന. സുലഭസുവ്രതസിദ്ധ ശത്രുജിച്ഛത്രുതാപന ന്യഗ്രോധോദുംഭരോശ്വത്ഥ ചാണൂരാന്ധ്ര നിഷൂദന. ഇനി അടുത്ത ശ്ലോകം 89. സഹസ്രാർച്ചി സപ്തജിഹ്വ സപ്തൈഥാ സപ്തവാഹന അമൂർത്തിരനഖോ ചിന്ത്യോ ഭയകൃത് ഭയനാശന
സഹസ്രാക്ഷി സപ്തജിഹ്വ സപ്തൈധാ സപ്തവാഹന അമൂർത്തിരനഖോ ചിന്ത്യോ ഭയകൃത് ഭയനാശന. ഇനി ഇതിലെ പദങ്ങളും അവയുടെ അർത്ഥവും നമുക്ക് നോക്കാം. അടുത്ത നാമം 826 സഹസ്രാർച്ചി. സഹസ്രാർച്ചിഹി. സഹസ്രാർച്ചിഹി. അനേകം അല്ലെങ്കിൽ ആയിരക്കണക്കിന് അർച്ചിസുകൾ ഉള്ളവൻ. അർച്ചിസ് എന്നാൽ രശ്മി, ജ്വാല, പ്രകാശം എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ്. തേജോരൂപനാണ് ഭഗവാൻ. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അഗ്നിയുടെയും പ്രകാശകിരണങ്ങളും തേജസ്സും ഭഗവാന്റെ തേജസ്സിൻ്റെ സ്ഫുരണങ്ങൾ മാത്രമാണ്. അടുത്ത നാമം 827 സപ്തജിഹ്വ. സപ്തജിഹ്വ. 7 ജിഹ്വകളുള്ളവൻ. 7 നാക്കുകൾ ഉള്ളവൻ. അഗ്നിരൂപിയാണ് ഭഗവാൻ. അഗ്നിക്ക് 7 നാവുകൾ ഉണ്ട്. കാളി, കരാളി, മനോജവ, സുലോഹിത, സുധുമ്രവർണ, സ്ഫുലിംഗിനി, വിശ്വരുചി എന്നിവയാണ് അഗ്നിയുടെ ഇളകുന്ന 7 നാവുകൾ. ഇനി അടുത്ത നാമം 828 സപ്തൈധാഹ. സപ്തൈധാഹ. 7 ദീപ്തികൾ ഉള്ളവൻ. അഗ്നിരൂപിയായ ഭഗവാന് 7 തരത്തിലുള്ള ജ്വാലകളുണ്ട്. അതിൽ ഒന്നാമത്തേത് വൈശ്വാനര രൂപത്തിൽ ആഹാരത്തെ ദഹിപ്പിക്കുന്നു. 2 ജ്ഞാനാഗ്നിയായി അജ്ഞാനത്തെ എരിച്ചുകളയുന്നു. 3 വിറക് മുതലായ ഖരമായ ഇന്ധനത്തെ ദഹിപ്പിക്കുന്നു. 4 എണ്ണ തുടങ്ങിയ ദ്രവരൂപത്തിലുള്ള ഇന്ധനങ്ങളെ എരിക്കുന്നു. 5 വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങളെ എരിക്കുന്നു. 6 മനസ്സിൽ ആകാംക്ഷ, ദുഃഖം, ആഗ്രഹം തുടങ്ങിയ രൂപത്തിൽ ജ്വലിച്ച് ശരീരത്തെ എരിക്കുന്നു. 7 ബോധരൂപത്തിൽ എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നു. ഇങ്ങനെ 7 വൃത്തികൾ ഉള്ളതിനാൽ സപ്തൈധസ്. ഇനി ഭഗവാന്റെ അടുത്ത നാമം 829 സപ്തവാഹന. സപ്തവാഹന. 7 കുതിരകൾ വലിക്കുന്ന തേരിൽ സഞ്ചരിക്കുന്നവൻ. സൂര്യനാണ്. സൂര്യന്റെ തേര് വലിക്കുന്ന കുതിരകൾ ആഴ്ചയിലെ 7 ദിവസങ്ങളാണ്. അവയുടെ ചലനത്തെ ആശ്രയിച്ചാണ് ഭൂമിയിൽ കാലഗതി. സപ്ത എന്ന പേരുള്ള വാഹനം ഉള്ളവൻ എന്നും പറയാം. അടുത്ത നാമം 830 അമൂർത്തി. അമൂർത്തിഹി. അമൂർത്തിഹി. മൂർത്തി ഇല്ലാത്തവൻ. ഇന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാവുന്ന ഗുണവിശേഷങ്ങളുള്ള അവസ്ഥയാണ് മൂർത്തം. അതുള്ളത് മൂർത്തി. ഭഗവാന് ജനനമോ മരണമോ നാശമോ രൂപമോ ഒന്നും തന്നെ ഇല്ല. അടുത്ത നാമം 831 അനഘഃ. അനഘഃ. പാപവും ദുഃഖവും ഇല്ലാത്തവൻ. അനഘഃ. പാപത്തിനും ദുഃഖത്തിനും അതീതനായവൻ. തൻ്റെ ഭക്തരുടെ പാപവും പാപജന്യമായ ദുഃഖവും ഉന്മൂലനം ചെയ്യുന്ന കരുണാമൂർത്തി. അടുത്ത നാമം 832 അചിന്ത്യഃ. അചിന്ത്യഃ. ചിന്തിച്ചറിയാനാകാത്തവൻ. ഒരു പ്രമാണത്തിനും വിഷയീഭവിക്കാത്തവൻ. ഇന്ദ്രിയ വിഷയമായ ജ്ഞാനത്തെ ആധാരമാക്കിയാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. അടുത്ത നാമം 833 ഭയകൃത്. ഭയകൃത്. ഭയത്തെ ജനിപ്പിക്കുന്നവൻ. ഭയത്തെ ജനിപ്പിക്കുന്നവൻ. ഭയകൃത്. ഭയപ്പെടുത്തുന്നവൻ. പാപികളെയും അധർമ്മികളെയും ഭയപ്പെടുത്തുന്നവൻ. ഭയകൃത്. അടുത്ത നാമം 834 ഭയനാശനഃ. ഭയനാശനഃ. ഭയത്തെ നശിപ്പിക്കുന്നവൻ. ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. എല്ലാ ആപത്തുക്കളിൽ നിന്നും ഭഗവാൻ നമ്മെ സംരക്ഷിക്കും. ആ ഭഗവാന്റെ ആ ഒരു സ്മരണ, ആ ഒരു ഓർമ്മ തന്നെ ഭഗവാനെ ഓർത്താൽ തന്നെ ഭഗവാൻ നമ്മളെ രക്ഷിക്കും. ലോകത്തിൻ്റെ ഭയം നശിപ്പിക്കാനാണ് ഭഗവാൻ വിവിധ അവതാരങ്ങൾ സ്വീകരിക്കുന്നത്. ഓരോ ജീവിയുടെയും ഉള്ളിൽ അന്തര്യാമിയായി സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ എല്ലാ ഭയങ്ങളിൽ നിന്നും ജീവികളെ രക്ഷിക്കുന്നു. അനേകായിരം തീജ്വാലകളുള്ള അഗ്നിസ്വരൂപനായവനും
7 തരത്തിൽ ചലിക്കുന്ന നാവുകൾ ഉള്ള അഗ്നിയായവനും 7 തരത്തിലുള്ള പ്രകാശനാളങ്ങളോടുകൂടിയ അഗ്നിയായവനും 7 കുതിരകൾ വലിക്കുന്ന തേരിൽ സഞ്ചരിക്കുന്ന ആദിത്യ സ്വരൂപനായവനും ദേഹം ഇല്ലാതെ സർവവ്യാപിയായവനും ദുഃഖം, പാപം എന്നിവ ഇല്ലാത്തവനും രൂപമില്ലാത്തതിനാൽ ചിന്തിക്കുവാൻ പ്രയാസമുള്ളവനും ഭയത്തെ ഉണ്ടാക്കുന്നവനും ഭയങ്ങളെല്ലാം ഇല്ലാതാക്കുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി ഈ ശ്ലോകം ഒന്നുകൂടി നമുക്കൊന്ന് ചൊല്ലി നോക്കാം. സഹസ്രാക്ഷി സപ്തജിഹ്വ സപ്തൈധാ സപ്തവാഹന അമൂർത്തിരനഖോ ചിന്ത്യോ ഭയകൃത് ഭയനാശന. സഹസ്രാക്ഷി സപ്തജിഹ്വ സപ്തൈധാ സപ്തവാഹന അമൂർത്തിരനഖോ ചിന്ത്യോ ഭയകൃത് ഭയനാശന. ഇനി 90-ാമത്തെ ശ്ലോകം. അണുർബൃഹത് കൃശസ്ഥൂലോ ഗുണഭിന്നിർഗുണോ മഹാൻ അധൃതസ്വധൃതസ്വാസ്യ പ്രാങ്വശോ വംശവർദ്ധന. അണുർബൃഹത് കൃശസ്ഥൂലോ ഗുണഭിന്നിർഗുണോ മഹാൻ അധൃതസ്വധൃതസ്വാസ്യ പ്രാങ്വശോ വംശവർദ്ധന. ഇനി ഇതിലെ നാമങ്ങളും അവയുടെ അർത്ഥവും നമുക്ക് നോക്കാം. 835-ാമത്തെ നാമം അണുഹു. അണുഹു, ഏറ്റവും ചെറുതായവൻ. എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ അത്യന്തം സൂക്ഷ്മമായ രൂപത്തിൽ ഭഗവാൻ ജീവചൈതന്യ ബിന്ദുവായി സ്ഥിതി ചെയ്യുന്നു. ആ ഭഗവാൻ തന്നെ ശരീരമായും ശരീരത്തിലെ വിവിധ കലകളായും അവയവങ്ങളായും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അടുത്ത നാമം 836 ബൃഹത്. ബൃഹത്, ബൃഹത്, വളരെ വലിപ്പമുള്ളവൻ. കഴിഞ്ഞ നാമത്തിൽ നമ്മൾ കണ്ടു ഏറ്റവും ചെറുതായിട്ടാണ്. എന്നാൽ ഇവിടെ 836-ാമത്തെ നാമത്തിൽ ഏറ്റവും വലുതായിട്ടുള്ളത്. വലുതിനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം പ്രപഞ്ചത്തിലെ വസ്തുക്കളെ ആശ്രയിച്ചിരിക്കുന്നു. ആ പ്രപഞ്ചം ഭഗവാന്റെ ഒരംശം മാത്രമാണ്. അപ്പോൾ പ്രപഞ്ചാതീതനായ ഭഗവാൻ ഏറ്റവും ബൃഹത്താണ്. അടുത്ത നാമം 837 കൃശഃ. കൃശഃ, വലിപ്പം കുറഞ്ഞവൻ. വലിപ്പം കുറഞ്ഞവൻ കൃശഃ. ദ്രവ്യങ്ങൾ കൊണ്ട് നിർമ്മിതമായ ശരീരമുള്ളതിനെ സ്ഥൂലത്വമുള്ളൂ. ഭഗവാന്റെ ശരീരം ദ്രവ്യമയമല്ല, ശരീരമേ ഇല്ല. അതിനാലും കൃശൻ. അടുത്ത നാമം 838 സ്ഥൂലഃ. സ്ഥൂലഃ, ഏറ്റവും തടിച്ചവൻ. ദ്രവ്യമയനല്ലാത്ത ഭഗവാൻ തന്നെയാണ് എല്ലാ ദ്രവ്യങ്ങളും. വിശ്വരൂപിയാകയാൽ എല്ലാ ശരീരങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഭഗവാന്റെ രൂപം. സർവാത്മകനാകയാൽ സ്ഥൂലം എന്ന് അറിയപ്പെടുന്ന ബ്രഹ്മസ്വരൂപൻ സ്ഥൂലഃ. അടുത്ത നാമം 839 ഗുണഭൃത്. ഗുണഭൃത്, ഗുണങ്ങളെ ഭരിക്കുന്നവൻ. സൃഷ്ടിസ്ഥിതിലയ കർമ്മങ്ങളിൽ സത്വ രജ തമോ ഗുണങ്ങളുടെ അധിഷ്ഠാതാവായിട്ടുള്ളവൻ. ഈ 3 ഗുണങ്ങളുടെയും അധിഷ്ഠാതാവായിട്ട് ഉള്ളവൻ. അടുത്ത നാമം നിർഗുണഃ. 840 നിർഗുണഃ, ഒരു ഗുണവും ഇല്ലാത്തവൻ, ഗുണാതീതൻ. മനുഷ്യർ അവരവരുടെ വാസനകൾക്കനുസരിച്ച് ഭഗവാനിൽ ഗുണം അധ്യാരോപിച്ച് ഭഗവാനെ ഭജിക്കുന്നു. എന്നാൽ ഭഗവാൻ എല്ലാം സ്വീകരിക്കുകയും അർഹിക്കുന്ന ഫലം അവർക്ക് നൽകുകയും ചെയ്യുന്നു. ഭഗവാൻ ഈ ഗുണങ്ങളെ എല്ലാം സ്വീകരിക്കും. അവർ പ്രാർത്ഥിക്കുന്നതെല്ലാം ഭഗവാൻ കേൾക്കും. എന്നാൽ അവർക്ക് ഏതാണോ ഉചിതമായത് അതിന് മാത്രം, ആ ഉചിതമായ ഫലം മാത്രമാണ് ഭഗവാൻ അവർക്ക് തിരികെ നൽകുന്നത്. എല്ലാ ഗുണങ്ങൾക്കും ആധാരമായിരിക്കെ തന്നെ ഗുണരഹിതനായി ഭഗവാൻ വിരാജിക്കുന്നു. അടുത്ത നാമം 841 മഹാൻ. മഹാൻ, മറ്റെല്ലാവരെയും എല്ലാത്തിനെയും കാൾ ശ്രേഷ്ഠൻ. ഏതെങ്കിലും കാര്യത്തിൽ ഭഗവാന് തുല്യനായോ കൂടുതൽ മെച്ചപ്പെട്ടവനായോ മറ്റാരും ഇല്ല. അതുകൊണ്ട് ഭഗവാൻ ഏവർക്കും ആരാധ്യനാണ്. അടുത്ത നാമം 842 അധൃതഃ. അധൃതഃ, ധൃതഃ എന്നാൽ ധരിക്കപ്പെട്ടവൻ. അധൃതഃ, ധരിക്കപ്പെടാത്തവൻ. ഭഗവാൻ പ്രപഞ്ചത്തെ ധരിക്കുന്നു.
അതിനുവേണ്ടി ഭഗവാൻ പല രൂപങ്ങളും സ്വീകരിച്ചു. കൂർമ്മം, വരാഹം മുതലായ രൂപങ്ങൾ ഭഗവാൻ സ്വീകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ സർവത്തിനും താങ്ങായ ഭഗവാന് ആധാരമായി മറ്റാരുമില്ല, മറ്റൊന്നും തന്നെ ഇല്ല. അധൃതഃ. അടുത്ത നാമം സ്വധൃതഃ. 843. സ്വധൃതഃ. സ്വധൃതഃ. തന്നെത്താൻ ധരിക്കപ്പെടുന്നവൻ, സ്വയം ധരിക്കുന്നവൻ, തനിക്ക് താങ്ങായി മറ്റാരും ഇല്ലാത്തവൻ. അടുത്ത നാമം സ്വാസ്യഃ. 844. സ്വാസ്യഃ. സുആസ്യ. സുആസ്യ. സ്വാസ്യ. സ്വാസ്യഃ. ശോഭനമായ മുഖമുള്ളവൻ, താമരപ്പൂ പോലെ മനോഹരമായ മുഖമുള്ളവൻ, വേദസ്വരൂപമായ ശബ്ദവ്യൂഹം പുറപ്പെടുന്ന മുഖത്തോടു കൂടിയവൻ, സ്വാസ്യഃ. അടുത്ത നാമം 845. പ്രാങ്വശോ. പ്രാങ്വംശോ. പ്രാങ്വശോ. പ്രാക് വംശഃ. പ്രാക് വംശഃ. പ്രാങ്വംശോ. ഒന്നിനാലും പിന്നിലാക്കപ്പെടാത്ത പ്രപഞ്ചമാകുന്ന വംശത്തോടു കൂടിയവൻ, ഏറ്റവും പ്രാചീനമായ വംശം ആയവൻ, പ്രാഗ്വംശഃ. അടുത്ത നാമം 846. വംശവർദ്ധനഃ. വംശവർദ്ധനഃ. വംശത്തെ വർദ്ധിപ്പിക്കുന്നവൻ. എല്ലാ ജീവി വംശങ്ങളെയും ഭഗവാൻ വർദ്ധിപ്പിക്കുന്നു. വർദ്ധന എന്നതിന് നശിപ്പിക്കുക എന്നർത്ഥം, അല്ലെങ്കിൽ ഛേദിക്കുക. മറ്റു സൃഷ്ടികളുടെ അഭിവൃദ്ധിക്ക് തടസ്സമായി തീരുന്ന ജീവി വംശങ്ങളെ ഭഗവാൻ ക്ഷയിപ്പിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നു. പ്രളയകാലത്ത് എല്ലാ വംശങ്ങളെയും നശിപ്പിക്കുന്നു. അത്യധികം സൂക്ഷ്മ സ്വരൂപനായവനും വിരൂഢാരൂപമായി വളർന്ന ഏറ്റവും വലുപ്പമുള്ളവനും ഏറ്റവും മെലിഞ്ഞ് ചെറിയവൻ ആയവനും പ്രപഞ്ചരൂപനായി ഏറ്റവും വണ്ണത്തോടു കൂടിയവനും സത്വരജ തമോ ഗുണങ്ങളെ ഭരിക്കുന്നവനും സത്വരജ തമോ ഗുണങ്ങളോട് ബന്ധമില്ലാതെ അതീതനായവനും അത്യധികം മഹത്വഗുണം ഉള്ളവനും ആധാരമായി മറ്റൊന്നും ഇല്ലാത്തവനും ആർക്കും നിയന്ത്രിക്കുവാൻ പറ്റാത്തവനും സ്വയം ആധാരമായവനും സ്വന്തം മഹിമയിൽ തന്നെ പ്രതിഷ്ഠിതമായവനും അതിസുന്ദരമായ മുഖമുള്ളവനും എല്ലാ വംശങ്ങളും ഉണ്ടാകുന്നതിനു മുമ്പ് ഉണ്ടായവനും പ്രപഞ്ചരൂപമായ വംശത്തെ വർദ്ധിപ്പിക്കുന്നവനുമായ മഹാവിഷ്ണുവിനെ ഞാൻ നമസ്കരിക്കുന്നു. ഇനി ഈ ശ്ലോകം നമുക്കൊന്ന് ചൊല്ലി നോക്കാം. അണുർബൃഹത് കൃശസ്ഥൂലോ ഗുണഭിന്നിർഗുണോ മഹാൻ അധൃതസ്വധൃതസ്വാസ്യ പ്രാങ്വശോ വംശവർദ്ധന. അണുർബൃഹത് കൃശസ്ഥൂലോ ഗുണഭിന്നിർഗുണോ മഹാൻ അധൃതസ്വധൃതസ്വാസ്യ പ്രാങ്വശോ വംശവർദ്ധന. ഇനി നമുക്ക് ഇന്ന് പഠിച്ച ശ്ലോകങ്ങൾ 86 മുതൽ 90 വരെയുള്ള ശ്ലോകങ്ങളൊന്ന് ചൊല്ലി നോക്കാം. സുവർണബിന്ദുരക്ഷോഭ്യ സർവഭാഗീശ്വരേശ്വര മഹാഹ്രദോ മഹാഗർത്തോ മഹാഭൂതോ മഹാനിധി കുമുദഃ കുന്ദരഃ കുന്ദഃ പർജന്യഃ പാവനോ നില അമൃതാശോ മൃതവപുഃ സർവജ്ഞഃ സർവതോമുഖ സുലഭഃ സുവ്രതഃ സിദ്ധഃ ശത്രുജിച്ഛത്രുതാപന നിഗ്രോധോദുംബരോശ്വത്ഥച്ചാണൂരാന്ധ്രനിഷൂദന സഹസ്രാർച്ചിഃ സപ്തജിഹ്വഃ സപ്തൈധാ സപ്തവാഹന അമൂർത്തിരനഖോ ചിന്ത്യോ ഭയകൃദ്ഭയനാശന. അണുർബൃഹത് കൃശസ്ഥൂലോ ഗുണഭിന്നിർഗുണോ മഹാൻ അധൃതസ്വധൃതസ്വാസ്യ പ്രാങ്വശോ വംശവർദ്ധന. ഓം നമോ ഭഗവതേ വാസുദേവായ.